പന്നിമാംസം വിറ്റ് പണമുണ്ടാക്കാൻ തയ്യാറാക്കിയ അനധികൃത വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വഴിക്കടവിലെ 15-കാരൻ അനന്തു മരിച്ചു. കാരണക്കാരൻ പന്നിയെ വേട്ടയാടാനും മാംസം വിൽക്കാനുമായി ലൈനും വലയുമായി ആസൂത്രണം ചെയ്ത വിനീഷ്. അതുവരെ ഒരു ദുരന്തം. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് അതാണ് ആ നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. അനന്തുവിൻ്റെ മരണം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാക്കി ആക്രോശിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗത്തെ വരെ തടയുന്നതുവരെയുള്ള രാഷ്ട്രീയ കളിക്കിറങ്ങിയതും പിന്നെ അർദ്ധരാത്രിയിൽ ആശുപത്രിയിലേക്കുള്ള വഴിയടച്ച് നടത്തിയ സമരം അവസാനിപ്പിച്ച് തട്ടുകടയുടെ മുൻവശത്ത് സെൽഫി എടുത്ത് ആഘോഷം അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തതും എല്ലാം 4 വോട്ടിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ആഭാസം എന്ന ദുരന്തം. കോൺഗ്രസ്സുകാരനായ പ്രതി വിനീഷിനെ രക്ഷിക്കാനും പന്നികളെ വെടിവെക്കാനുള്ള പഞ്ചായത്തിൻ്റെ അധികാരം ഉപയോഗിക്കാത്തതിലെ വീഴ്ച മറച്ചു പിടിക്കാനും കാട്ടിറച്ചി വിറ്റ് കാശുണ്ടാക്കുന്നതിലെ പങ്ക് പറ്റുന്നത് നാട്ടുകാർ അറിയാതിരിക്കാനുമായിരുന്നു ഇന്നലെ രാത്രിയിലെ സമരനാടകങ്ങൾ. ഇന്നലെ വൻ പ്രതിഷേധം ഉയർത്തിയവരുടെ നാവ് ഇന്നെന്തേ അടഞ്ഞുപോയി? സമഗ്ര അന്വേഷണം നടത്താൻ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതോടെ വായടഞ്ഞോ കോൺഗ്രസിന്? ചാമക്കാലയും കൂട്ടരും കാട്ടിയ വൃത്തികേടുകൾക്കൊപ്പം UDF സ്ഥാനാർത്ഥിയും നിന്നുകൊടുക്കുമ്പോൾ കാടിറങ്ങുന്ന പന്നികളെക്കാൾ ദുരന്തങ്ങളാണ് ഈ രാഷ്ട്രീയ കളി നടത്തുന്നവർ എന്ന് ജനം വിളിച്ചു പറയുന്നു. പന്നി ശല്യത്തെക്കാൾ ദുരന്തം. വെറും പ്രതിഷേധമായിരുന്നില്ല ഇന്നലെ നിലമ്പൂർ കണ്ടത്. ഒരു ആസൂത്രിത രൂക്ഷതയാണ്. അനന്തുവിൻ്റെ ദേഹവും വേദനയും ഉപയോഗിച്ച് വോട്ട് നേടിയെടുക്കാൻ നോക്കുന്ന കോൺഗ്രസ്സുകാരുടെ ആഘോഷ കമ്മിറ്റി. പന്നികളെയും വെട്ടിയവർ ഭീകരരും ദാരുണരുമാണ് എന്നാണ് ഈ നാടിൻ്റെ ഇപ്പോഴത്തെ സംസാരം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത്, മരിച്ചവൻ്റെ ദേഹത്തിൽ ചിതാഭസ്മത്തിൽ സെൽഫി എടുത്തുകൊണ്ട് നാട് നീളെ വോട്ട് തേടുന്ന വൃത്തികെട്ട രാഷ്ട്രീയ കളി നിലമ്പൂരിൽ ആരാണ് ആസൂത്രണം ചെയ്തത്? മരണത്തെ ആഘോഷമാക്കിയതും നാടിൻ്റെ നൈതികതയിൽ രാഷ്ട്രീയ ലാഭം കണ്ടവരും ഇന്നലെ വരെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു? ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരുകാരെ കുറച്ച് കണ്ട് എന്ത് നെറുകെട്ട കളിയും കളിക്കാമെന്ന് കരുതിയവർക്ക് മാപ്പ് കൊടുക്കുമോ? പന്നിമാംസം വിൽക്കാൻ കെണിയൊരുക്കിയവൻ്റെ രാഷ്ട്രീയം നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുകയാണോ? പന്നികളെ വെടിവെക്കാൻ പഞ്ചായത്തിന് നൽകിയ അധികാരം ഉപയോഗിക്കാതിരുന്നത് ആരുടെ ഭരണസമിതിയാണ്? ഇതിന് ഉത്തരം എന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു?